നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങ് ബംഗാളിൽ സുവേന്ദു അധികാരമേറ്റു. ഇങ്ങ് തമിഴ്നാട്ടിലാണെങ്കിൽ വിജയ് ചിത്രവും തെളിഞ്ഞു. പക്ഷേ കേരളത്തിലെ കാര്യമാണെങ്കിൽ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങനെ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം എണ്ണിയപ്പോൾ പോലും ഇല്ലാത്തത്ര സസ്പെൻസ് ആണ് കോൺഗ്രസിൽ ഇപ്പോൾ. മൂവരിലാരും ഉത്തരം കിട്ടാൻ ആദ്യം തെരുവ് യുദ്ധം തീർക്കണമെന്നതാണ് ഹൈക്കമാൻഡ് ലൈൻ. അതോടെ നേതാക്കളും അണികളും ഒക്കെ താൽക്കാലിക വെടിനിർത്തലിലാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുമെന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട്. അതിനാൽ കരുതലോടെയാണ് നീക്കം. എങ്ങനെ അനുനയിപ്പിക്കും, അതിലാണ് ചർച്ചകൾ നീളുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്നതിൽ സസ്പെൻസ് തുടരുന്നു. സോണിയാഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നാളെ പ്രഖ്യാപനം ഉണ്ടായേക്കും. മെറിറ്റ് അടക്കം പരിഗണിച്ച് തീരുമാനം. ഘടകകക്ഷികളുടെ അഭിപ്രായം വീണ്ടും ആരായും. വി ഡി സതീശൻ കൊച്ചിയിൽ തിരിച്ചെത്തി. CPM PB പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രിയായി GVK അധ്യക്ഷൻ വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സത്യപ്രതിജ്ഞാ ചടങ്ങ് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിൽ. കോൺഗ്രസിൽ നിന്നുള്ള 2 പേരടക്കം 9 മന്ത്രിമാരും അധികാരമേൽക്കും. രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്ക് എത്തും. ഭീകരാക്രമണ സാധ്യതകൾ എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ രാജ്യം അതീവ ജാഗ്രതയിൽ. ഡൽഹിയിൽ കർശന പരിശോധനകൾ. BJP ആസ്ഥാനമടക്കം പ്രമുഖ ഓഫീസുകൾക്ക് സുരക്ഷ കൂട്ടി. IED സ്ഫോടന സാധ്യതയെന്ന രഹസ്യാന്വേഷണ ഏജൻസികൾ. കേരള തീരത്തിന് മുകളിൽ ചക്രവാത ചുഴി. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശിയേക്കും. റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് വിക്ടറി ഡേ പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സമാധാന കരാർ വൈകാതെ ഉണ്ടാകുമെന്ന് സൂചന. വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കെ ലെബനനിൽ വ്യോമാക്രമണം ശക്തമാക്കി ഇസ്രയേൽ. 24 മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് ഒരു കുട്ടിയടക്കം 39 പേർ. IPL-ൽ തുടർച്ചയായി 4ാം വിജയവുമായി ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാനെ തോൽപ്പിച്ചത് 77 റൺസിന്. ശുഭ്മാൻ ഗിൽ ടോപ്പ് സ്കോറർ. 2020 ക്രിക്കറ്റിൽ ഏറ്റവും കുറവ് പന്തുകളിൽ നിന്ന് 100 സിക്സുകൾ പൂർത്തിയാക്കിയ താരമെന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശിക്ക്. ഇന്ന് ചെന്നൈ ലക്നൌവിനെയും ബംഗളൂരു മുംബൈയെയും നേരിടും. എന്തായാലും കോൺഗ്രസിലെ ഒരു കസേര കളിക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായം വീണ്ടും തേടിയേക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതോടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചുമതലപ്പെടുത്തിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ഒപ്പം ചേരുകയാണ്. ജിഷ്ണു, 3-ൽ ഒരാളെ കണ്ടെത്താനാകാതെ വലയുകയാണ് ഹൈക്കമാൻഡ്. 23 വരെ സമയമുണ്ടല്ലോ എന്നാണ് ദീപാദാസ് മുൻഷി ഇന്നലെ പറഞ്ഞത്. ആ ഒരു വാക്കുകൾ സമവായമായില്ല. പ്രഖ്യാപനം ഉടനൊന്നും ഉണ്ടാകില്ല എന്നൊരു സൂചനയല്ലേ നൽകുന്നത്. ഇനിയിപ്പോൾ എന്താണ് ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട്? ഗുഡ് മോർണിംഗ്. കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒറ്റ പേരിലേക്ക് എത്താൻ ഇനിയും സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയും കേരളത്തിലെ നേതാക്കളുമായി 3 മണിക്കൂറിലധികം നീണ്ട ചർച്ച മല്ലികാർജ്ജുന ഖാർഗെയും ഒപ്പം രാഹുൽ ഗാന്ധിയും കേന്ദ്ര നിരീക്ഷകരും ഉൾപ്പെടെ നടത്തിയിരുന്നു. ഈ ചർച്ചയിലും ഒരു സമവായമാകാതെ ആ ചർച്ചയ്ക്ക് ശേഷമുള്ള ദൃശ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. നേതാക്കൾ ഒരുമിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ശ്രീജയ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുവരെ അതിന് 23-ാം തീയതി വരെ സമയമുണ്ടല്ലോ, നിയമസഭയ്ക്ക് അത്രയും കാലാവധി ഉണ്ടല്ലോ എന്ന ചോദ്യമായിരുന്നു ദീപാദാസ് മുൻഷിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വി ഡി സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേണ്ടി കടുംപിടുത്തം പിടിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഹൈക്കമാൻഡിന് നിലവിൽ ആ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വന്നത് MLA-മാരുടെ പിന്തുണ പരിഗണിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന ചർച്ച ഈ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ സാധിക്കാഞ്ഞത്. കാരണം വി ഡി സതീശന്റെ പേര് ഒറ്റഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ച് കോൺഗ്രസിന് ആ പ്രഖ്യാപനം നടത്താൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 നേതാക്കളും ഒരുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോഴും അവകാശവാദം ഉന്നയിക്കുകയാണ്. 3 പേർക്കും അവരവരുടേതായ അവകാശവാദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ ഒരു ഒറ്റ പേരിലേക്ക് എത്താൻ സാധിക്കാത്തതോടെ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ചർച്ച പൂർത്തിയാക്കി മടങ്ങുകയും മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കുന്നതിന് രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ചുമതലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കാനുള്ളത്
ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രഖ്യാപനമാണ്. അതിന് പ്രിയങ്ക ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരോട് കൂടി അഭിപ്രായങ്ങൾ പരിശോധിച്ച ശേഷം, എന്നിവരുടെ അഭിപ്രായം കൂടി തേടിയ ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ഒരു ജിഷ്ണു, MLA-മാരെ പ്രത്യേകം കണ്ടു. ഇനി ഘടകകക്ഷികളെ കണ്ട് നിലപാട് ആരായുമോ? അത്തരത്തിൽ കേരളത്തിലെത്തി ഘടകകക്ഷികളുടെ പിന്തുണ അല്ലെങ്കിൽ ആർക്കാണ് എന്നുള്ളത് അറിയുമോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ കേന്ദ്ര നിരീക്ഷകരോ അല്ലെങ്കിൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി വഴിയോ പ്രമുഖ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം വീണ്ടും തേടാനുള്ള സാധ്യതയുണ്ട്. കാരണം മുസ്ലിം ലീഗ് വളരെ ശക്തമായി വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്ന വാദം ഉന്നയിക്കുകയും അതിനുവേണ്ടി പരസ്യമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് നേരെ MSF പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് വീണ്ടും ആരായും. അത് ഏത് രീതിയിലായിരിക്കും നടപടി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അക്കാര്യം കൂടി പരിഗണിച്ച് പിന്നീട് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നേതൃത്വമായിരിക്കും ഒരു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കുറവാണ്. തീർച്ചയായും ജിഷ്ണു നൽകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇന്നും പ്രഖ്യാപനം വൈകാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് എബി കൂടെ ചേരുകയാണ്. മുഖ്യമന്ത്രി ആര് എന്നതിൽ പ്രഖ്യാപനം നീളുമ്പോഴും തികഞ്ഞ പ്രതീക്ഷയിലാണ് KC, RC, VD പക്ഷങ്ങൾ. MLA-മാരുടെ പിന്തുണയാണ് KC പക്ഷത്തിന്റെ ഒരു ആത്മവിശ്വാസം. എന്നാൽ ചർച്ചകൾക്ക് കൂടുതൽ സമയമെടുക്കുന്നതിനാൽ VD, RC പക്ഷങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. ഫ്ലക്സ് യുദ്ധങ്ങളിൽ താൽക്കാലിക ശമനം ഉണ്ടായത് നേതൃത്വത്തിനും ആശ്വാസം നൽകുന്നുണ്ട്. എബി ജോൺ തോമസ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. എബി, പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ്. ആദ്യം ഗുഡ് മോർണിംഗ് പറയുകയാണ്. ഈ പറഞ്ഞതുപോലെ 3 പേര് ഒരേ പ്രതീക്ഷയിലാണ്. കാരണം നിലപാടിൽ ഒട്ടും അയവില്ലാതെ അവരങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. അവരെങ്ങനെ വല്ലാതെ വലയ്ക്കുന്നുണ്ട് ഈ ഒരു നിലപാട് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച്. പക്ഷേ എന്നാലും ഈ ഫ്ലെക്സ് യുദ്ധമൊക്കെ ഒന്ന് കുറഞ്ഞത് താൽക്കാലിക ആശ്വാസമാവുന്നെങ്കിൽ പോലും ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ ഈ 2 പക്ഷത്തിലെ ആളുകൾ തെരുവിലിറങ്ങുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതായിരിക്കും ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇനിയൊരു വലിയൊരു വെല്ലുവിളി അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീജ. എന്തായാലും ഈ ഒരു തർക്കം അത് സ്വാഭാവികമായും നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ താൽക്കാലികമായിട്ടൊക്കെ ഒരു വെടിനിർത്തൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലെക്സി യുദ്ധങ്ങളിൽ ഇപ്പോൾ അവസാനിപ്പിച്ചതിൽ നമുക്ക് പറയാൻ കഴിയും. ആ നിലയ്ക്കൊരു നടപടി മാത്രമാണ് ഇപ്പോഴുള്ളത്. പക്ഷേ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രഖ്യാപനമൊക്കെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും ഇത് തെരുവിലേക്ക് ഇറങ്ങുകയും അത് അനുസരിച്ചുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ കിട്ടാത്തവരുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ സ്ഥാനം കിട്ടിയവരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുമെന്ന കാര്യം തർക്കമില്ല. എന്തായാലും ഈ 3 കക്ഷികളും കൃത്യമായ രീതിയിൽ അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ KC വേണുഗോപാലിന് അനുകൂലമാകുന്ന ഘടകം എന്ന് പറയുന്ന MLA-മാരുടെ പിന്തുണ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് തന്നെയാണ് മാനദണ്ഡമായി വെക്കുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള വി.ഡി. സതീശൻ അനുകൂലികളുടെ പ്രകടനങ്ങളൊക്കെ തന്നെയും ഏതാണ്ട് അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. കാരണം കടുത്ത ഭാഷയിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളൊക്കെ തന്നെയും ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ആ നിലയ്ക്ക് അത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമാകുമോ എന്നത് നേതാക്കൾക്കും അത്തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുക അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്തുക തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെയും തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾക്ക് അതൊരു തിരിച്ചടിയാകുമെന്നുള്ളൊരു ധാരണ ഈ നേതാക്കൾക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുള്ള പ്രകടനങ്ങൾക്കും ഈ ഫ്ലെക്സ് യുദ്ധങ്ങൾക്കും ഒന്നും തന്നെ പോകേണ്ടതില്ല എന്ന് അവർ അണികളെ ഓർമ്മിപ്പിക്കുകയും അതിലേക്ക് അവരെ ചട്ടം കെട്ടുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള ഈ ഫ്ലെക്സുകൾ വെക്കുക, ഫ്ലെക്സുകളിൽ കരിയോയിലൊഴിക്കുക, വലിച്ചു കീറി കളയുക തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കാണുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെയും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അതിനെതിരെ നേതൃത്വം കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനൊക്കെയും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നിർത്തലാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും VD പക്ഷത്തിനും രമേശ് ചെന്നിത്തല പക്ഷത്തിനും കൃത്യമായ രീതിയിലുള്ള ഒരു പ്രതീക്ഷയുണ്ട്. VD പക്ഷം പൊതുജനങ്ങളുടെ ഒരു താല്പര്യം അത് ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി സംരക്ഷിച്ചേക്കും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിക്ക് പ്രധാനമായിട്ട് പരിഗണന കൊടുക്കും. ഒപ്പം തന്നെ പല സ്ഥാനങ്ങളും തനിക്ക് വിട്ടുപോകുന്ന അല്ലെങ്കിൽ താൻ കൈവഴിയേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് അന്നൊക്കെയും താൻ സ്വീകരിച്ച നിലപാട് അത് ഈ ഘട്ടത്തിൽ തനിക്ക് അനുകൂലമായി വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളൊരു വിലയിരുത്തൽ രമേശ്
ചെന്നിത്തല പക്ഷത്തിലുണ്ട്. പക്ഷേ KC വേണുഗോപാൽ അത് MLA-മാരുടെ പിന്തുണ തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ നേതൃത്വം ഒപ്പം തന്നെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ കൂടി അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു മാറ്റു കുറയ്ക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും. ഈ കോൺഗ്രസ് എന്നത് ഒരു 3 വിഭാഗങ്ങളായി മാറിയിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വിലയിരുത്തൽ പോലും സ്വാഭാവികമായും ഉയർന്നു വരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനൊക്കെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ 3 പേരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തങ്ങൾക്ക് അനുകൂലമായി തന്നെ ഈ 1-ാം നമ്പർ കസേര വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ 3 പേരും ഉള്ളത്. അവരുടെ അണികളും ആ നിലയ്ക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ വെടിനിർത്തൽ അതൊരു താൽക്കാലിക വെടിനിർത്തലായി മാത്രം കണ്ടാൽ മതി എന്നാണ് നമുക്കും അനുമാനിക്കാൻ കഴിയുക. ശ്രീജ, തീർച്ചയായും ബി സൂചിപ്പിച്ചതുപോലെ ഈ 3 പേരിൽ ആരാ ഒരു വലിയൊരു സസ്പെൻസിനുള്ളിൽ അതിനൊടുവിൽ തീരുമാനം എന്താകും, ആരായിരിക്കും ആ ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുക എന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് കേരള ജനത. എന്തായാലും മുഖ്യമന്ത്രി പദം സംബന്ധിച്ച ഹൈക്കമാൻഡുമായുള്ള നിർണായക ചർച്ചകൾക്ക് ശേഷം കോൺഗ്രസ് നേതാവ് VD സതീശൻ കൊച്ചിയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. പുലർച്ചെ 1:30യോടെയായിരുന്നു അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. DCC പ്രസിഡന്റും നിയുക്ത MLA-യുമായ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ 100ഓളം പ്രവർത്തകർ വിമാനത്താവളത്തിൽ സതീശനെ സ്വീകരിച്ചു. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സതീശൻ തയ്യാറായില്ല. ഇന്ന് പറവൂർ മണ്ഡലത്തിലെ സ്വകാര്യ പരിപാടികളിൽ സതീശൻ പങ്കെടുക്കും. അങ്ങനെ തമിഴ്നാട്ടിൽ വിജയുടെ ഒരു മാസ് എൻട്രി ആയിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി TVK അധ്യക്ഷൻ വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്ക് ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും. 5 ദിവസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി TVKയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ കേവല ഭൂരിപക്ഷം ലഭിച്ചത്. ഇതിന് പിന്നാലെ ഗവർണർ RVR ലേക്കറിനെ കണ്ട് വിജയ് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. 1952 ശേഷം ആദ്യമായാണ് തമിഴ്നാട്ടിൽ സഖ്യ സർക്കാർ ചുമതലയേൽക്കുന്നത്. 1967 ശേഷമാണ് സംസ്ഥാനത്ത് ആദ്യമായി കോൺഗ്രസിന് മന്ത്രിമാരും എത്തുന്നത്. മേലൂർ MLA P വിശ്വനാഥൻ, രാജേഷ് കുമാർ എന്നിവർ മന്ത്രിമാരാകും. ചെറിയൊരു ആശങ്കപ്പെടുത്തുന്ന വാർത്തയും വരുന്നുണ്ട്. ഡൽഹിയിൽ ഭീകരാക്രമണ ഭീഷണിയുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അതീവ ജാഗ്രതയിലാണ് അതുകൊണ്ട് തന്നെ രാജ്യതലസ്ഥാനം. രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഈ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക പരിശോധനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയും ഭീകരാക്രമണ ഭീഷണി ഉണ്ടായിരുന്നു. ഈ വിദേശ വാർത്തകൾ നോക്കുകയാണെങ്കിൽ 4 വർഷത്തോളമായി തുടർന്ന റഷ്യ-യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ 3 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പുടിന്റെ ഈ നിർണായക പരാമർശം. സമാധാന കരാർ ഉടൻ ഉണ്ടായേക്കും എന്നാണ് സൂചന. മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ നടന്ന 81ാമത് വിക്ടറി ഡേ പരേഡിൽ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പുടിൻ. 2ാം ലോകമഹായുദ്ധത്തിൽ സോവിയറ്റ് സൈന്യം പോരാടിയതിനേക്കാൾ കൂടുതൽ കാലം റഷ്യൻ സൈന്യം യുക്രൈനിൽ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ പിന്മാറ്റ സൂചനകൾ. വിക്ടറി ഡേ പരേഡിൽ ഇത്തവണ റഷ്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായ ബെലാറസ്, കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നേതാക്കളും പങ്കെടുത്തു. നാറ്റോയുടെ സൈനിക സഹായമാണ് യുദ്ധം നീണ്ടുപോകാൻ കാരണമെന്ന് പുടിൻ കുറ്റപ്പെടുത്തിയെങ്കിലും ചർച്ചകൾക്ക് അദ്ദേഹം വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. Пообещали помощь и начали раскручивать противостояние с Россией, которое продолжается до сих пор. Я думаю, что дело идет к завершению, но все-таки это серьезная вещь. വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കെ ലെബനനിൽ ഇസ്രയേൽ സൈന്യം വ്യോമാക്രമണം ശക്തമാക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്ന വിവിധ ആക്രമണങ്ങളിൽ ഒരു കുട്ടിയടക്കം 39 പേരാണ് കൊല്ലപ്പെട്ടത്. ലെബനൻ ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തെക്കൻ ലെബനനിലെ സക്സാക്സിയ പട്ടണത്തിലുണ്ടായ ശക്തമായ മിസൈൽ ആക്രമണമാണ് വൻ നാശനഷ്ടമുണ്ടാക്കിയത്. ഇവിടെ മാത്രം ഒരു പെൺകുട്ടിയടക്കം 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ട വാർത്തകൾ ഗൗരവമായി കാണുന്നുവെന്നും ഇസ്രായേൽ അറിയിച്ചു. ഏപ്രിൽ 16 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിർത്തിയിൽ പ്രകോപനങ്ങൾ തുടരുകയാണ്. ഇന്ന് ലോക മാതൃദിനമാണ്. സ്വന്തം കുഞ്ഞിനെ കണ്ണിലെ കൃഷ്ണമണിയോളം സ്നേഹിക്കുന്ന അമ്മമാരുടെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. എന്നാൽ കാലം മാറിയപ്പോൾ മക്കളെ കൊല്ലുന്ന അമ്മമാരുടെ കഥകളും നമ്മൾ കേട്ടു തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ചർച്ചയാകുന്നത്. ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പല പഠനങ്ങളും പറയുന്നത് 14 മുതൽ 26% വരെ സ്ത്രീകളിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ
മൂലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെന്നാണ്. അമ്മമാർ മക്കളെ കൊന്നുവെന്ന വാർത്ത നമ്മളിൽ പലരെയും ഞെട്ടിക്കാറുണ്ട്. എങ്ങനെയാണ് അമ്മമാർക്ക് മക്കളെ കൊല്ലാൻ സാധിക്കുകയെന്ന് ഞെട്ടലോടെ പലരും ചോദിക്കാറുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഗർഭാവസ്ഥയിലുണ്ടാകുന്ന ഡിപ്രഷനെ കുറിച്ച് കൂടുതൽ ചർച്ചയുണ്ടാവേണ്ടതിന്റെ ആവശ്യകത ഉയരുന്നത്. സ്ത്രീക്ക് പലപ്പോഴും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് ഇതെല്ലാം ഗർഭിണി ആയതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങളാണ് എന്ന് പറഞ്ഞ് പലപ്പോഴും വീട്ടുകാരും ഈവൻ ആരോഗ്യ പ്രവർത്തകർ പോലും നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം തന്നെ അസുഖം തുടങ്ങുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും കൃത്യമായിട്ടുള്ള പരിചരണം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നതും ആത്മഹത്യ ചെയ്യുന്നതും അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്നതും. പരിഗണിക്കപ്പെടാത്തതാണ് ഗർഭാവസ്ഥയിലുള്ളവരുടെയും അമ്മമാരുടെയും ഡിപ്രഷന്റെ പ്രധാന കാരണം. ആരോഗ്യ പ്രവർത്തകർക്ക് പോലും കൃത്യമായ പരിശീലനം ലഭിക്കാത്തതും രോഗം കൃത്യമായി കണ്ടുപിടിക്കാത്തതിനാലും രോഗം സങ്കീർണമാകുന്നു. തൽഫലമായി അമ്മമാർ ആത്മഹത്യ ചെയ്യുകയോ കുഞ്ഞുങ്ങളെ കൊല്ലുകയോ ചെയ്യുന്നു. കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും പരിഗണനയും പിന്തുണയുമാണ് അമ്മമാർക്ക് വേണ്ടത്. ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല, ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് ഒന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രോപ്പറായിട്ട് സപ്പോർട്ട് ഇല്ലാത്തൊരു കുടുംബം, ഡൊമസ്റ്റിക് വയലൻസ്, ഇങ്ങനത്തെ അവരുടെ ചിലപ്പം പലപ്പോഴും അൺപ്ലാൻഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇത്തരം ഒരു പ്രശ്നങ്ങളിലേക്ക്, അതായത് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് സ്ത്രീകളെ നയിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഗർഭിണി ആകുമ്പം അവർക്ക് ആദ്യം വേണ്ടത് ഒരു സപ്പോർട്ടാണ്. വിവിധ പഠനങ്ങളുടെ ഭാഗമായി അമ്മമാരുടെ മാനസികാരോഗ്യത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമ്മ മനസ്സ് എന്ന പേരിൽ പദ്ധതി നിലവിൽ വന്നിട്ടുണ്ട്. 2018 ആരംഭിച്ച പദ്ധതിയിലൂടെ പ്രസവത്തിനു മുമ്പും ശേഷവും അമ്മമാർക്ക് ആവശ്യമായ എല്ലാവിധ കൗൺസിലിംഗുകളും ഉറപ്പുവരുത്തുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. പാവങ്ങളുടെ വിശപ്പ് മാറ്റുന്ന ഒരു അമ്മയുണ്ട് തിരുവനന്തപുരത്ത്. പേര് ശാലിൻ. പ്രതിസന്ധികൾ നിരവധി ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രചോദനമാകുന്ന ഈ അമ്മയെ അക്ഷരം തെറ്റാതെ വിളിക്കാം പോരാളിയെന്ന്. എന്തായാലും ആ പോരാളിക്കൊപ്പം നമ്മുടെ എബി ഉണ്ട്. എബി ഇപ്പോൾ ആ പോരാളിക്കൊപ്പമാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ലോക മാതൃദിനമാണ്. ആ മാതൃദിനത്തിൽ ഒരു പോരാളിയായ ഒരു അമ്മയെ, ആ അമ്മയുടെ കഥ നമ്മൾ കാണാൻ പോവുകയാണ് നേരിട്ട്, അല്ലേ? തീർച്ചയായും ശ്രീജ, സാധാരണ നമ്മൾ അമ്മമാരെയൊക്കെ പോരാളി എന്ന് തന്നെയാണ് ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നത്. അത് പലപ്പോഴായി നമ്മൾ സിനിമാ ഡയലോഗുകളിലൂടെയൊക്കെയാണ് ഒരുപക്ഷെ ആ ഒരു ടൈമിലേക്കൊക്കെ വന്നിട്ടുണ്ടാവുക. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്ക് നമുക്ക് ആ നിലയ്ക്ക് പോരാളി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന ഒരു അമ്മയുണ്ട് തിരുവനന്തപുരത്ത്. ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റുന്ന, ഒരുപാട് പോരാട്ടങ്ങൾ, ജീവിതം തന്നെ പോരാട്ടമായിട്ടുള്ള ഒരു അമ്മയാണ് ശാലിൻ ചേച്ചി. ഇന്ന് മാതൃദിനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആശംസ എന്തായാലും നൽകുകയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ വിശപ്പ് മാറ്റുന്ന ആൾ കൂടിയാണ്. എൻ്റെ ചോറ്റുപാത്രം എന്താണ്, അതും കൂടെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. എൻ്റെ ചോറ്റുപാത്രം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് 3 കുഞ്ഞുങ്ങൾ പപ്സും വെള്ളവും കഴിക്കുന്ന കണ്ടപ്പോൾ അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും 2 മക്കളാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളോടൊപ്പം എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ആ മക്കളെ കൂടെ കരുതാമെന്ന് വിചാരിച്ച് അവരെ വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് തീരുമാനിച്ച് തുടങ്ങിയതാണ്. അന്ന് ഇത് തുടങ്ങുന്ന സമയത്ത് ഞാനും എൻ്റെ 2 മക്കളും മാത്രമായിരുന്നു ഞങ്ങളുടെ ലോകം. പക്ഷേ ഇന്നിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇതിലൂടെ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാൻ ഞങ്ങളിപ്പോൾ 2 ലക്ഷത്തോളം ചോറ്റുപാത്രങ്ങൾ ഈ കൈകൊണ്ട് ഒരുപാട് പേരെ ഊട്ടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുന്നതിലൂടെ ഇപ്പോൾ ഒരുപാട് പേർക്ക് അമ്മയായിട്ട് മാറാൻ പറ്റി. എൻ്റെ ചോറ്റുപാത്രം ഒരിക്കലും ഒരു ബിസിനസ് അല്ല. ഒരു എന്താ പറയുന്ന അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ എനിക്കൊരു 86 വയസ്സായ ഒരു അപ്പച്ചൻ വരെ ഉണ്ടെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. ഒത്തിരി എൻ്റെ ചോറ്റുപാത്രം അതെ. ഇപ്പോൾ നമുക്കൊരു 3 വയസ്സ് മുതൽ ഒരു 87 വയസ്സ് വരെയുള്ളവർക്ക് ഒരു നേരം നമുക്ക് ലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം അത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അതും ഏറ്റവും റീസണബിളായ ഒരിതിൽ. നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് കുഞ്ഞുങ്ങൾക്ക് 39, വലിയവർക്ക് 49ആണ്. ഈ ഗ്യാസിൻ്റെ വില പ്രതിസന്ധിയിലാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇതുവരെയും കൂട്ടാനായിട്ട് തീരുമാനിച്ചു. അതിനനുസരിച്ച്, അതായത് ബഡ്ജറ്റിനനുസരിച്ച് ഇനി ചോറ്റുപാത്രം ഒന്ന് മാറും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പോകുന്നു.
ഒരു സംരംഭക എന്ന നിലയിൽ കൂടി ചേച്ചിയെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നുണ്ട്. ശരിക്കും ലൈവായിട്ട് ഐസ്ക്രീം തുടങ്ങിയത് അത് അങ്ങനെ ആദ്യമായിട്ടാണ്. അപ്പം ഐഫ്രൂട്ട് എന്ന് പറഞ്ഞ നമ്മുടെ സ്ഥാപനം അതിലേക്ക് വന്നതും അതിനുശേഷവും വലിയൊരു പ്രതിസന്ധിയിലൂടെയൊക്കെയാണല്ലോ കടന്നത്. പ്രതിസന്ധി ഒരുപാടുണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയും. അല്ല, പ്രതിസന്ധി ആക്ച്വലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സംരംഭക എന്ന നിലയിലും അമ്മ സംരംഭക ആ നിലയിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് വെച്ചപ്പോഴേ എന്താ പറയുക, എല്ലാവരും ഭയങ്കരമായിട്ട് എല്ലാവരും ചോദിക്കുന്നു പൊളിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. കാരണം നാളെ ഉദ്ഘാടനം, ഒരു 10-18 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നാളെ ഉദ്ഘാടനം, ഇന്ന് രാത്രി ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. 2020 മാർച്ച് 23 എന്ന് പറയുന്ന ദിവസം ഭയങ്കര ജീവിതത്തിലൊരു വല്ലാത്തൊരു അടി കിട്ടിയ ദിവസമാണ്. പക്ഷേ 4 വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഒരു പ്രതിസന്ധിയോടൊപ്പം മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ട് അത് ഞാൻ എപ്പോഴും അവിടെയും ചിന്തിക്കുന്നത് ഒരു സ്ത്രീ അമ്മ എന്ന് പറയുന്നത് തന്നെയാണ്. അമ്മമാർ പ്രശ്നം ഉണ്ടായാൽ അവർ തോറ്റു പിന്മാറാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. ഒരു സംരംഭകയായ അമ്മ എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ അതിനെ കുറച്ചുകൂടി അതിനെ ഭയങ്കര ലാഘവത്തോടുകൂടിയല്ല, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെയായപ്പോൾ 2024 ആയപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ പാഠപുസ്തകത്തിലുണ്ട് 3 യൂണിവേഴ്സിറ്റി അവരുടെ ഓൺട്രപ്രണർ മൈൻഡ് സെറ്റായിട്ട് ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ സംരംഭക യാത്രയും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധികളിൽ മാറി നിൽക്കുന്നവളല്ല അമ്മ, സംരംഭകയും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും കടന്നു പോകുന്ന പ്രതിസന്ധികളിലാണെങ്കിൽ പോലും അവരത് ഓവർകം ചെയ്യാനായിട്ട് അതൊരു ഇൻബോണായിട്ട് വരുന്ന ഒന്നുമല്ല. നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ മറ്റേ കാലിൽ നീട്ടാനുള്ള, അടുത്ത കാല് കൂടി എടുത്ത് വെക്കാനുള്ള ഒരു ധൈര്യം ഒരു സംരംഭകയ്ക്കുണ്ട്. പ്രത്യേകിച്ച് അവളൊരു സ്ത്രീ കൂടിയാണെങ്കിൽ ശക്തമായിട്ടുണ്ട്. ഇനി അവളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ അവളുടെ പിന്നിലുള്ള ജീവിതങ്ങളെ അവൾ നോക്കുമ്പോൾ കുറെ കൂടി അതൊരു സ്ട്രോങ് ആയിട്ട് തന്നെ പോവുക. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെയാണ് അതും ഒരു തരത്തിൽ പറഞ്ഞ നമ്മുടെ ഒരു അതിജീവനവും ഒരു പോരാട്ടത്തിന്റെയും കൂടി ഭാഗമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ ഇന്നും നമുക്കിപ്പോൾ അറിയാം, ഒരു പെട്ടെന്നൊന്നും നമ്മളെ വിട്ടുപോകുന്ന കാര്യങ്ങളൊന്നും അല്ല. 2 പ്രാവശ്യം നമ്മളതിനെ നേരിടും. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഏകദേശം 50 കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതിന് ഞാൻ ഈ പറയുന്ന പോലെ ഇനി 2 വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റൂ. 2 കുഞ്ഞുങ്ങളും ഇപ്പോൾ അവരൊന്ന് പ്രായപൂർത്തിയായി, അവർ 2 പേരുടെ കാര്യങ്ങളിലേക്ക് വരാനതേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തും ഈ ആരോഗ്യ പ്രശ്നം പറയുമ്പോഴും ഇന്ന് മദേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഈ പറയുന്നത്. നമ്മുടെ ആരോഗ്യം നമുക്കവിടെ ഒരു വിഷയമല്ലാതെ മാറുന്നതും ഇതിലൊക്കെ തന്നെയാണ്. ഈ എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നാളെ രാവിലെ കുറച്ചൊന്ന് വൈകി എഴുന്നേറ്റാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഇന്ന് കിടക്കാം എന്ന് ചിന്തിക്കുന്നിടത്ത് രാവിലെ അവളുടെ അമ്മ എങ്ങ് ഉണരും, അതല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണി ഇരിക്കരുത് എന്നുള്ള ചിന്തയിൽ അടുക്കളയിലോട്ട് കയറാൻ തുടങ്ങുന്നത് ആരോഗ്യത്തെ മാറ്റി വെച്ചുകൊണ്ടാണ്. സോ ആരോഗ്യ പ്രശ്നങ്ങളും ഇതെല്ലാം ആക്ച്വലി ഒരു ലൈഫിൻ്റെ ഒരു ഇതായിട്ട് കാണുന്നതാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾ കിടന്നാൽ കിടന്നു പോവും, എഴുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേക്കും. ഇന്ന് ലൈവാണെന്ന് തോന്നുന്നു, ഇന്ന് ഞായറാഴ്ച എനിക്ക് ഉറങ്ങേണ്ട ദിവസമാണ്, എന്നെ വിളിച്ച് വരുത്തി. അതൊരു ഭയങ്കര ഇതാണ്. ഞാൻ ഇന്നലെ ഈ ലൈവ് ആകുമ്പോൾ നമ്മൾ ഇത്രയും രാവിലെ എഴുന്നേറ്റ് ആകെ നമുക്ക് കിട്ടുന്ന ഒരു ദിവസം അതിനെ നമ്മളൊന്ന് ആസ്വദിച്ചുറങ്ങാമെന്ന് തീരുമാനിക്കുമ്പോൾ ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് ഇനി ഒന്ന് ഉറങ്ങണ്ട, രാവിലെ എഴുന്നേൽക്കുക, എല്ലാവരെയും വിഷ് ചെയ്യാം. ഹെൽത്ത് ഒരു നമ്മളെ കാര്യങ്ങളിൽ നമ്മുടെ പ്രതിസന്ധികൾ, മുന്നോട്ടുള്ള യാത്ര, നമ്മൾ പിന്നിലൂടെ കടന്നു വന്ന കാര്യങ്ങൾ, ഇനി നമുക്ക് സഞ്ചരിക്കേണ്ട ദൂരം, ആരുടെയും മുൻപിൽ തല മുട്ടുമടക്കണ്ടാത്ത, വേറെ അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. കാരണം ആരുടെയും നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ ഓടുക എന്നുള്ള ചിന്തിക്കുമ്പോൾ ആരോഗ്യം നമ്മളോടൊപ്പം മാറി നിൽക്കും, ഒന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആകുമെന്നുള്ളതാണ്. ഈ പേര് തന്നെ വളരെ വ്യത്യസ്തവും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം. നമുക്ക് വളരെ സ്നേഹം തോന്നൊരു, എൻ്റെ ചോറ്റുപാത്രം എന്ന് പറയുമ്പോൾ അതിനോട് നമുക്ക് തോന്നുന്നൊരു ഇൻറ്റിമസി ഉണ്ടല്ലോ, ആ പേരിലേക്ക് എങ്ങനെയാണ് ശരിക്കും? അയ്യോ, ആക്ച്വലി എൻ്റെ എല്ലാ പേരുകളും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നെ ഇപ്പോൾ വിളിക്കുമ്പോഴും ഒരു ഈ ചേർത്ത് പിടിക്കുക, അടുത്ത് നിർത്തി, ഞാൻ വെറുതെ അങ്ങനെ അതൊരു നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അയ്യോ വെറുതെ ആണോ എന്ന്. അല്ല, കാരണം എല്ലാം വെറുതെ ഇട്ടങ്ങ് പോകുന്നതാണ്. ഈ കുട്ടികളുടെ ഇത് വന്നപ്പോൾ കടയിൽ പോയി എന്തെങ്കിലും ഇത് മേടിക്കണം, അവർക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിൽ എനിക്ക് കൈകൊണ്ട് പൊതിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു ലഞ്ച് ബോക്സ് മേടിക്കാം. അവിടെ ചെല്ലുന്നു, ലഞ്ച് ബോക്സ് ഇങ്ങനെ ചോദിക്കുന്നു, പല പല ഭംഗിയുള്ള ലഞ്ച് ബോക്സുകൾ വരുന്നു. ആ സമയത്തേക്ക് ഈ അവിടെ നിന്നപ്പോൾ ഈ ഇത് ഇവർ കൊണ്ട് കളഞ്ഞാൽ എന്നായും
ഉമ്മാരും കൂടി കളഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ എൻ്റെ കയ്യിലെ കാശ് പോകല്ലേ ഈ വൃത്തികെട്ട അമ്മമാരുടെ സ്വഭാവമുണ്ട്. ഞാൻ അങ്ങനെയല്ല പറയുന്നൊരു ഇതിൽ ഞാൻ പറഞ്ഞു അയ്യോ കളഞ്ഞാൽ പൈസ പോകുമല്ലോ. അപ്പോൾ ഇതിനകത്ത് എഴുതണം. എനിക്ക് ആകെ അറിയാവുന്ന ക്രിസ്റ്റിയുടെ പേര് മാത്രമേ അറിയുള്ളൂ, വേറെ ആരുടെയും പേരറിയത്തില്ല. അപ്പോൾ എന്തെഴുതും എന്ന് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ചോറ്റുപാത്രം. അങ്ങനെ മനസ്സിൽ അങ്ങനെ അത് ഇപ്പോഴും എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തയ്യാറെടുപ്പോട് കൂടി പോയത്. കാരണം 3 കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നതിനപ്പുറം ഒരു സംരംഭം ചിന്തിച്ചിട്ടില്ല. അത് ഇത്രയും വലുതായിട്ട് ഡെയിലി നമ്മളിപ്പോൾ ഒരു 130ഓളം പേരിലേക്ക് എത്തുമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ചിന്തിച്ചില്ല. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ എഴുതി എൻ്റെ ചോറ്റുപാത്രം, ഇത് ചോറ്റുപാത്രമല്ലേ, അപ്പോൾ ചോറ്റുപാത്രം എന്ന് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റേത് എന്ന് തോന്നുന്നത്, എൻ്റേതെന്ന് പറയുന്നതിനകത്തൊരു ഭയങ്കര ഒരു ഇതുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ആരോഗ്യം, എൻ്റെ സംരംഭം, എൻ്റെ മക്കൾ, എൻ്റെ ജീവിതം എന്ന് പറയുന്നതിൽ അവൻ ഒരു ഇതിൽ അവനത് ഇവൻ്റെതാകുമ്പോൾ ഇവൻ സൂക്ഷിച്ച് തിരിച്ച് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. കാരണം അവൻ്റേതാണെന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ലോകത്തും മറ്റുള്ളവരുടെ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നശിച്ചു പോയാലും പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നത്. ബട്ട് ഇറ്റ്സ് മൈൻ എന്ന് ചിന്തിക്കുന്നിടത്തൊരു വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ചോറ്റുപാത്രം എന്ന് അങ്ങനെ എഴുതി തുടങ്ങി. അത് മലയാളത്തിൽ അതങ്ങ് എഴുതി തുടങ്ങി. അതെങ്ങനെയോ ചേർത്ത് ഇതിൽ വന്നു. ഇപ്പം നമ്മുടെ ഒരു പുതിയ കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും നങ്ങേലി പീടിക എന്നാണ്, അതൊരു കുഞ്ഞു കോൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെയെന്ന് പറയുന്നത് വേറൊരു കോൺസെപ്റ്റ് ഉള്ളത് തുന്നൽക്കാരി എന്നാണ്. ഫൈ ഫ്രൂട്ട് അങ്ങനെയാണ്. പിന്നെ എൻ്റെ പേരും വളരെ വ്യത്യസ്തമായിട്ടാണ് എൻ്റെ പേരും ഇപ്പോഴും അങ്ങനെ പോകുന്നു. കാരണം മക്കളുടെ പേര് ചേർത്ത് അറിയപ്പെടുന്ന ഒരമ്മയാണ് ഞാൻ കഴിഞ്ഞ 10-14 വർഷമായിട്ട്. അപ്പോൾ പേരെന്ന് പറയുന്നത് എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നിടത്ത് ഇറ്റ്സ് ഉള്ളിൽ നിന്ന് വരുന്ന ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ട്, ഒരു ചേർത്ത് പിടിക്കലുണ്ട്. അപ്പോൾ നമ്മളോട് ഇടപെട്ടിരിക്കുന്നതുമായിട്ട് ചേർന്ന് പോകണം, അങ്ങനെയൊക്കെ വന്നു പോയതാ. ഈ ശരിക്കും ഈ വൈകുന്നേരം അല്ലെങ്കിൽ ഈ അടുക്കളയിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരു പെട്ടെന്നൊരു അവരെ ഭയങ്കര ടെൻഷനാക്കുന്ന ഒരു സംഭവം, നാളെ എന്തുണ്ടാക്കും, നാളത്തെ ഡിഷ് എന്താണെന്നൊരു സാധനം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ നമ്മുടെ ഈ എൻ്റെ ചോറ്റുപാത്രത്തിലെ മെനു തീരുമാനിക്കുന്നത് എങ്ങനെയാ ശരിക്കും? അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഈശ്വര നാണം കെടുത്തരുത്, കഷ്ടം പറഞ്ഞ ക്ഷമിക്കണം. എന്താ പറയുന്നത്, എന്നെ കാണുന്ന പ്രേക്ഷകരെ മെനു പറയാറില്ല. കാരണം മെനു പറഞ്ഞിട്ട് കൃത്യമായിട്ടത്, കാരണം നമ്മളിപ്പോൾ രാവിലത്തേക്ക് നമുക്കിപ്പോൾ ഒരു കറക്റ്റ് ഇത്ര നമ്പേഴ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഈ പറയുന്ന പോലെ ഗർഭിണികളുണ്ട്, അതിൽ കുറേ പേര് ട്രീറ്റ്മെൻറ്റിന് വന്ന്. നമ്മുടെ ചുറ്റുപാത്രത്തിൻ്റെ ആളുകളെന്ന് പറയുന്നത് അവരാരും കസ്റ്റമേഴ്സ് അല്ല, സ്ഥിരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കൈച്ചോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി 2 കുഞ്ഞുങ്ങളാണ്, ഒരു 3 കുട്ടികൾ വഴി നമ്മൾ കൈച്ചോ വഴി നമ്മൾ ഇവിടുത്തെ സിവിൽ സർവീസ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കലുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ വീട്ടിലെ കുട്ടികൾ പോലെ. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, നമ്മുടെ വലിയ തറവാട്ടിലെ അടുക്കള, വലിയ തറവാട്ടമേല അടുക്കളയിലകത്ത് നിന്ന് പോകുന്നവരുമ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കും ഇന്നതൊക്കെ ചെയ്യണം. പക്ഷെ ഒരു ഇത്ര ഇങ്ങനെയെന്ന് പറഞ്ഞൊരു മെനുവില്ല. നമ്മുടെ ഇതിനകത്ത് എന്തും ഉണ്ടാക്കാം എന്നുള്ളതാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ചീര, ചേന, ചേമ്പ്, കാച്ചിൽ, ഈ പിള്ളേർ പറയുന്ന പോലെ ചൊറിയണത്തിൻ്റെ ഇല, ഈ ചിലപ്പോൾ നമ്മൾ മെനു ഇത്ര ഇന്നത് പറഞ്ഞു പോയി കഴിയുമ്പോഴായിരിക്കും നാളെ നമ്പേഴ്സ് ഇത്തിരി കൂടുന്നത്. അപ്പോൾ ഇത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ചീരയും കൊണ്ട് അരിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ആളുകളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിനകത്തോട്ട് മുതിര എടുത്തിടുമ്പോൾ അതങ്ങ് വേറെ തോരനായിട്ടോ ഒരു മിക്സഡ് വെറൈറ്റി. ഏറ്റവും വലിയ സന്തോഷം ചോറ്റുപാത്രത്തിൻ്റെ മെനു ചോദിക്കുന്നവരോട് പറയാതിരിക്കുന്നത് ആദ്യമൊക്കെ ഒരു ഇതായിരുന്നു. പക്ഷേ അവർ പറയുന്ന പോലെ അവർക്കത് തുറന്നു നോക്കുമ്പോൾ ഈ 12:30 വരെ കാത്തിരിക്കാതെ 11:30 ചോറ്റുപാത്രം തിന്നുന്നവരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മെനു ഡിസ്ക്ലോസ് ചെയ്യാറില്ല. പലരും പറയും ഫിഷ് വേണം എന്നൊക്കെ നിർബന്ധം പഠിക്കുമ്പോൾ അതിലും കുറച്ചൊക്കെ, കാരണം അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ കഴിക്കുന്ന ഭക്ഷണമാണ്, എൻ്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് അത്ര കണ്ട് തന്നെ അതിനൊരു പ്യൂരിറ്റി കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. വീടുകളിൽ നിന്നെടുക്കുന്ന പച്ചക്കറികളാണ് അത് വീട്ടിലെന്താണോ. ഇപ്പോൾ എൻ്റെ മെഴുക്കുവരട്ടിയൊക്കെ ചോദിച്ച പേരില്ലാത്ത മെഴുക്കുവരട്ടികളൊക്കെയാണ്. അതങ്ങനെ അതിനോടൊന്നും ചോദിക്കല്ലേ പ്ലീസ്. തീർച്ചയായും അത് എന്തായാലും ജീവിതം കൊണ്ട് പ്രചോദനം നൽകുന്ന മനുഷ്യന്മാർ നമ്മുടെ ചുറ്റും ഒരുപാടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ശാരദ ചേച്ചിനെയും കൂടെ നിർത്താം എന്ന് തന്നെയാണ്. എല്ലാ അമ്മമാർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഇതോടൊപ്പം തന്നെ നേരുകയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി, കാരണം അമ്മമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്. അമ്മമാരെന്നല്ല, സ്ത്രീകളോടാണെങ്കിലും പറയണത്, നിങ്ങളുടെ വീട്ടിലെ ജോലികൾ ചെയ്തോളൂ, എന്തും ചെയ്തോളൂ, കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും അതുപോലെ വീട്ടുകാരെയൊക്കെ സംരക്ഷിച്ചോളൂ. ഒരു നിമിഷം നിങ്ങളുടെ ആരോഗ്യം കൂടി നോക്കണം. ആരോഗ്യം മറന്നുകൊണ്ടൊന്നും നിങ്ങൾ ചെയ്യേണ്ട. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരുന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലീവ് ഒരു 24 മണിക്കൂറിൽ ഏറ്റവും
ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാ അമ്മമാർക്കും, എന്നെ കാണുന്ന ഇനി അമ്മമാരാകാൻ പോകുന്നവർക്കും, ഇനി നമ്മൾ ഈ പറയുന്നത് പോലെ അമ്മ എന്ന് പറയുന്നത് ജനിപ്പിച്ചത് കൊണ്ട് മാത്രം അമ്മയാകുന്നില്ല, എന്നിരുന്നാൽ പോലും ചേർത്ത് പിടിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും എൻ്റെയും സ്നേഹ വന്ദനവും ആശംസകളും. തീർച്ചയായും എബി വളരെ ആവേശമുള്ള ഉഷാറുള്ള ഒരു കഥ കേട്ടു. എന്നാലും നമ്മുടെ കൂടി ഒരു വിഷസ് തീർച്ചയായും ശാലിൻ ചേച്ചിയെ അറിയിക്കുക. ഭാരതീയ വിദ്യാനികേതന്റെ സംസ്ഥാന പ്രതിനിധി സഭയ്ക്ക് അമൃതപുരിയിൽ തുടക്കമായി. കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 2 ദിവസമായി നടക്കുന്ന പ്രതിനിധി സഭയിൽ 500-ലധികം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. അമൃതപുരി ക്യാമ്പസിൽ സ്വാമി യോഗാമൃതാനന്ദപുരിയുടെ അനുഗ്രഹ പ്രഭാഷണത്തോടെ ആരംഭിച്ച ഭാരതീയ വിദ്യാനികേതന്റെ സംസ്ഥാന പ്രതിനിധി സഭ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകം അതിവേഗ മാറ്റങ്ങളിലൂടെ കടന്നുപോകുകയാണെന്നും പുതിയ വിദ്യാഭ്യാസ രീതികളുടെ ആവശ്യകത വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതന്റെ ചരിത്രത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ പി ഗോപാലൻകുട്ടി മാസ്റ്റർ, വിദ്യാഭാരതി അഖില ഭാരതീയ സംഘടനാ കാര്യദർശി ഗോവിന്ദ് ചന്ദ്ര മെഹന്ത, ബ്രഹ്മചാരി മഹേശ്വര ചൈതന്യ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രതിനിധി സഭയിൽ 7 കാലാംശങ്ങളിലായി വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കും. സമാപന സമ്മേളനത്തിൽ RSS ഉത്തര കേരളം സഹപ്രാന്ത പ്രചാരക് വി അനീഷ് സമാപന പ്രഭാഷണം നടത്തും. അമൃത ന്യൂസ്, കൊല്ലം. അമൃത ടിവിയിലെ ജനപ്രിയ റിയാലിറ്റി ഷോയായ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികളുടെ ഭജൻ ഇനി നേരിട്ട് ജനങ്ങളിലേക്ക്. ഓംകാര ഭജൻസ് എന്ന പേരിലാണ് പുതിയ ഭജന സംഘം എത്തുന്നത്. ഇന്ന് കൊച്ചിയിലെ അമൃത ടിവി സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഓംകാരം ഭജൻസിന്റെ ആദ്യ പരിപാടി നടക്കും. സംഗീത സംവിധായകൻ ശരത്, പിന്നണി ഗായികയായ ഗായത്രി അശോകൻ തുടങ്ങിയ നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. അമൃത ടെലിവിഷനിലെ ജനപ്രിയ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലെ മത്സരാർത്ഥികൾ ചേർന്നാണ് ഓംകാര ഭജൻസ് എന്ന പേരിൽ ഭജനസംഘവുമായി ജനമനസ്സുകളിലേക്ക് എത്തുന്നത്. ക്ഷേത്രങ്ങളിലും ഭക്തിനിർഭരമായ പൊതുവിടങ്ങളിലും ഓംകാര ഭജൻസിൻ്റെ പരിപാടികൾ ഉണ്ടായിരിക്കും. വീടുകളിലും ക്ഷേത്രങ്ങളിലും വൈകുന്നേരങ്ങളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനകൾ ചൊല്ലുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുന്നതിനും കാരണമായിരുന്നു. എന്നാൽ തിരക്ക് പിടിച്ച ഇന്നത്തെ ചുറ്റുപാടിൽ അത്തരം കൂട്ടായ്മകൾ ഇല്ലാതെയായി. അതൊക്കെ വീണ്ടെടുക്കുക എന്നതുകൂടിയാണ് ഭജനയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച കൊച്ചി വൈറ്റ്ലയിലുള്ള അമൃത ടെലിവിഷൻ സ്റ്റുഡിയോ കോംപ്ലക്സിൽ ഓംകാര ഭജൻസിൻ്റെ ആദ്യ പരിപാടി നടക്കും. അതുപോലെ തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വന്നിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ മാറാൻ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാൻ വൈകുന്നേരം നമ്മൾ ഒന്നിച്ചിരുന്ന് നാമം ജപിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ നാമജപത്തിന് പിന്നിൽ. അപ്പം കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പം അതൊക്കെ പോയി തുടങ്ങി കുടുംബത്തിൽ നിന്ന്. അപ്പം നമ്മൾ വീണ്ടും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെ അവർക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇതിനെക്കുറിച്ചൊരു ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ആശയമായിട്ട് വരുന്നത്. അപ്പം ഈ വരുന്ന 10-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്കാണ് നമ്മളിതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്. അപ്പം എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. സൂപ്പർ സ്റ്റാറിലെ 10 കുട്ടികളാണ്. ഇനിയിപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇനി സീനിയർ ബാച്ചിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ തുടങ്ങുന്നത് നമ്മൾ ഈ 10 കുട്ടികളെ വെച്ചിട്ടാണ്, സൂപ്പർ സ്റ്റാറിലെ 10 കുട്ടികളെ വെച്ചിട്ട്. സൂപ്പർ സ്റ്റാർ മത്സരാർത്ഥികൾക്കൊപ്പം അമൃത വിദ്യാലയത്തിലെ കുട്ടികളും ഭജൻ ആലപിക്കുന്നുണ്ട്.
ചിട്ടയായ പരിശീലനത്തിന് ശേഷമാണ് ഓംകാര ഭജൻസ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. കൊച്ചിയിലാണ് പരിശീലനം പുരോഗമിക്കുന്നത്. കുട്ടികൾക്ക് എല്ലാ പിന്തുണയുമായി രക്ഷിതാക്കളും ഒപ്പമുണ്ട്. ഗോപി മദന മുരാരി ഗോപാല കൃഷ്ണ മുരാരി ഗോപി മദന മുരാരി ഗോപാല കൃഷ്ണ മുരാരി നന്ദ നന്ദന ഗോവിന്ദ ഭവനിത ചോല ഗോവിന്ദ. സംഗീതവും ഭക്തിയും എല്ലാം കൂടി ചേരുന്ന അനുഗ്രഹീത നിമിഷങ്ങളാണ് കേരളത്തിലുടനീളം ഓംകാര ഭജൻസിലൂടെ ലക്ഷ്യമിടുന്നത്. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അമൃത ന്യൂസ്, കൊച്ചി. പാർക്കുകൾ പലയിടത്തുമുണ്ട്. പക്ഷേ കോഴിക്കോട് കോർപ്പറേഷൻ പരിസരത്ത് മനോഹരമായൊരു വെറൈറ്റി പാർക്ക് ഒരുങ്ങുകയാണ്. പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ഈ പാർക്കിൻ്റെ നിർമ്മാണം. പഴയ വാഹനങ്ങളും ആക്രി സാധനങ്ങളും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചാണ് കോർപ്പറേഷൻ വേസ്റ്റ് വണ്ടർ പാർക്ക് നിർമ്മിക്കുന്നത്. റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, റീതിങ്ക്, റിപ്പീറ്റ് എന്ന ആശയത്തിലൂന്നിയാണ് ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത്. കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച മുമ്പാണ് നിർമ്മാണം ആരംഭിച്ചത്. വലിയൊരു മാലിന്യ കൂമ്പാരായിരുന്നു. അപ്പോൾ അവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ആ സ്ഥലത്തെ ഭംഗിയുള്ളൊരു വേസ്റ്റ് വണ്ടർ പാർക്കാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പെയിൻറ്റിങ് അറിയുന്ന ആളുകളുണ്ട്, ചെറിയ രീതികൾ വെൽഡിങ് അറിയുന്ന ആൾക്കാരുണ്ട്, സാധനങ്ങൾ ഉപയോഗിച്ച് ശില്പങ്ങളും മറ്റും ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള ഒരുപാട് വർക്കേഴ്സ് നമുക്കുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് അവരോട് ഈ ഒരു ആശയം പങ്കുവെച്ചപ്പോൾ അവർ അതിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും മുന്നോട്ട് വെക്കുക ചെയ്തത്. ഉപേക്ഷിച്ച മദ്യക്കുപ്പികൾ, ഫ്രിഡ്ജ്, ബൾബ് എന്നിവയെല്ലാം ഇവിടെ മനോഹരമായ സൃഷ്ടികളായി മാറി. നമ്മുടെ ഹെൽത്തിലുള്ള ശുചീകരണ തൊഴിലാളികളും നമ്മുടെ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒരു സംവിധാനം. ഇവിടെയുള്ള ഒരു സാധനങ്ങളും എവിടെ നിന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല, മറിച്ച് ഇവിടെ ക്ലീൻ ചെയ്തപ്പോൾ പല സ്ഥലത്തുനിന്ന് നമ്മൾ പിടിച്ചെടുത്ത സാധനങ്ങളും ഒക്കെ കാലങ്ങളായിട്ട് കൂടിക്കിടന്നതാണ്. അപ്പോൾ അതിനെയാണ് മനോഹരമായ ഒരു ആർട്ട് വർക്ക് ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ നിർമ്മിച്ച യന്ത്രമനുഷ്യനും കൂട്ടത്തിലുണ്ട്. ബുള്ളറ്റാണ് യന്ത്രമനുഷ്യനാക്കി മാറ്റിയത്. പക്ഷികൾക്ക് കുടിനീരിനുള്ള ഇടവുമുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനവും ശുചിത്വവും ലക്ഷ്യമിട്ടിട്ടുള്ള സ്വച്ഛ് സർവേഷൻ ക്യാമ്പയിനിന്റെ ഭാഗമായി കോർപ്പറേഷൻ പരിസരത്തെ മതിലുകളും ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കളമശ്ശേരിയിൽ പോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കൈപ്പടമുകൾ കൊല്ലംകുടി വീട്ടിൽ അബുവാണ് മരിച്ചത്. തൊട്ടടുത്ത പാടത്തിന് സമീപത്ത് നിന്നും കെട്ടഴിഞ്ഞു വന്ന പോത്ത് അബുവിന്റെ വീടിന് സമീപത്തെ മരങ്ങൾ കുത്തിമറിക്കുന്നത് കണ്ട് പോത്തിനെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി പോത്ത് ആക്രമിക്കുകയായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ വൻതോതിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. അപ്സര തിയേറ്ററിന് സമീപത്തെ രഹസ്യ ഗോഡൌണിൽ ഇറക്കുന്നതിനിടയിലാണ് 60 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത്. മൈസൂരിൽ നിന്നാണ് പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. പിക്കപ്പ് വാനും കസ്റ്റഡിയിലെടുത്തു. ലായിക്കാട് കുന്നുപറമ്പിൽ ശരൺ ശശി, കക്കാന്തോട് ബാലുമേച്ചിറ പി ഹരീഷ്, മാനന്തവാടി സ്വദേശി വിമല നഗർ പടിഞ്ഞാറേതിൽ രാജേഷ് എന്നിവരെയാണ് ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പെലേറോ പിക്കപ്പ് വാൻ ഉടമ, ഗോഡൌൺ ഉടമ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പവിഴപ്പുറ്റുകളുടെയും മത്സ്യക്കൂട്ടങ്ങളെയും കണ്ടെത്താനായി ഒരു വനിത കടലാഴങ്ങളിലേക്ക്. സ്വയരക്ഷയ്ക്കായി 230 വനിതകൾ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്. കാണാം സെൻട്രൽ മാഗസീനിൽ വനിതാ മുന്നേറ്റം. നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പവിഴപ്പുറ്റുകളെയും മത്സ്യക്കൂട്ടങ്ങളെയും തേടി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടുന്ന ഒരു വനിതാ ഡൈവർ. വെറും ഒരു വനിതാ ഡൈവറല്ല, വനിതാ ഗവേഷകർക്കിടയിലെ ഏക ഡൈവർ. ഡോക്ടർ ദിവ്യ വിശ്വംഭരൻ. സങ്കല്പത്തിനപ്പുറമുള്ള കടലിനടിയിലെ കാഴ്ചകൾ കണ്ട് ആവേശത്തിലാണ് ദിവ്യ. ആ വിശേഷങ്ങൾ സെൻട്രൽ മാഗസിനുമായി പങ്കുവെക്കുന്നു.
ആഴക്കടലിൽ 50 ശാസ്ത്രീയ ഡൈവുകൾ പൂർത്തിയാക്കിയ ഡോക്ടർ ദിവ്യ വിശ്വംഭരൻ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുതിർന്ന ശാസ്ത്രജ്ഞയും ഏക വനിതാ ഗവേഷണ ഡൈവറുമാണ്. I have joined this institute in 2014 and I started associating with the Coral Resilience Project from 2017 onwards. So during the initial phase of the project, I have not learned diving, or I didn't know how to do the underwater surveys. നേരത്തെ കടലിനടിയിൽ മറ്റ് മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തി പറഞ്ഞ വിശേഷങ്ങളെ അധികരിച്ചായിരുന്നു ദിവ്യയുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ. അങ്ങനെ വന്നപ്പോൾ എന്തിൻ്റെയോ ഒരു കുറവ് ദിവ്യ വിശ്വംഭരന് അനുഭവപ്പെട്ടു. So many times we used to have our colleagues, especially male colleagues, who used to dive, and they used to bring footages and we used to observe it, and I felt a gap in that because I am not seeing the entire ecosystem. We are only seeing those things which they have focused. മറ്റ് മുങ്ങൽ വിദഗ്ധർ നൽകിയ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടുള്ള വിശകലനം പോരെന്ന് തോന്നിയപ്പോൾ ആഴക്കടൽ ഡൈവിംഗ് പരിശീലിക്കാൻ ദിവ്യ തീരുമാനിച്ചു. And it has opened a huge ecosystem which I have seen only in my books. In those days, whatever we have studied in our textbooks, this world of diving has opened the practical side of it. So that actually attracts me towards diving. കടലിനടിയിൽ നേരിട്ട് പോയി എല്ലാം കണ്ടറിഞ്ഞ് വിലയിരുത്തുമ്പോൾ ആ ഗവേഷണങ്ങൾക്ക് ഒരു പൂർണ്ണതയുണ്ട്. Most of the dives I used to get one or two things which is always new. And even in the same place when you dive again, every time we have something different. കടലിൻ്റെ ആഴങ്ങളിലേക്ക് ആദ്യമായി മുങ്ങുമ്പോൾ പല ആശങ്കകളും ദിവ്യയ്ക്കുണ്ടായിരുന്നു. എന്നാൽ മുങ്ങി നിവർന്നപ്പോൾ അതെല്ലാം ഒലിച്ചുപോയി. Fears I had for diving, it was the age that actually feared me, because I started diving after my delivery. Maybe the entire physics has changed and I was not confident that I will be able to do such a physical labor, but it was but I could do it, and I feel that all the ladies are capable of doing it. കർണാടകം, കേരളം, ലക്ഷദ്വീപ് തീരത്തെ ഓഫ്ഷോർ, പവിഴപ്പുറ്റ് ദ്വീപ് ആവാസ വ്യവസ്ഥകളിലായാണ് 50 ശാസ്ത്രീയ ഡൈവുകൾ ദിവ്യ പൂർത്തിയാക്കിയത്. 20 മീറ്റർ ആഴത്തിൽ തുടങ്ങിയ ഡൈവ് 38 മുതൽ 40 മീറ്റർ വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നു. The even fishermen were very supportive. They used to help me a lot. They used to when they finding it difficult, they used to tell, "Oh, madam, you have done a very good thing." So that actually motivates any ladies. So I feel it is something which everyone can do, and I strongly believe the new generation, there will be more people who will be working in marine ecosystems. കർണാടകം ഭട്കലിലെ നേത്രാണി റീഫിലായിരുന്നു ആദ്യ ഡൈവ്. ഭട്കലിലെ പവിഴപ്പുറ്റുകളിൽ 75 വർഷം പഴക്കമുള്ള തകർന്ന കപ്പൽ കണ്ടു. പിന്നെ പവിഴപ്പുറ്റുകളുടെ പ്രതിരോധശേഷി പഠിക്കാൻ ലക്ഷദ്വീപിലേക്ക്. ഒടുവിൽ 50ാമതായി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിനു വേണ്ടി വിഴിഞ്ഞത്ത് നടത്തിയ ഡൈവിംഗിൽ എത്തി നിൽക്കുന്നു കടൽ പര്യവേഷണം. I was able to observe live reproductive behavior, and I was able to note down how marine oysters reproduce in natural ecosystem. I was able to record that, and it was because we have only studied it in theory, and when you see it live, it is something very unique. മീനുകളുടെയും പവിഴപ്പുറ്റുകളുടെയും നല്ല കടൽ കാഴ്ചകൾക്കൊപ്പം ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക്കും വലകളും കടലിനടിയിലെ മോശം കാഴ്ചകളാണ്. In the midst of all these things, we have seen the negative side of human interactions in these areas where I have dived, where the nets have entangled certain fishes or crabs, and we have seen some dead crabs and fishes in the nets, which is actually very disturbing as a research scientist. തിരുവനന്തപുരം സ്വദേശിയായ ദിവ്യ ഫിഷറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി 2014 ഗവേഷകയായി CMFRIയിലെത്തി. മംഗളൂരുവിലെ മറൈൻ ഡൈവേഴ്സിറ്റി ഡിവിഷനിലായിരുന്നു ആദ്യ നിയമനം. സമുദ്രപ്രവാഹങ്ങളുടെ ദിശമാറ്റം ഡൈവിംഗിലെ പ്രധാന വെല്ലുവിളിയാണ്. Usually our projects are associated with the needs of the government. Whatever our projects are always linked like that. So this coral project is always there because they are sensitive ecosystems, and they are very essential ecosystems for fishes, and because they are breeding grounds
or feeding grounds. There are some essential habitats. പരമാവധി മുങ്ങൽ ദൗത്യങ്ങൾ പൂർത്തിയാക്കുക, അതാണ് സാഹസികയായ ഈ ശാസ്ത്രജ്ഞയുടെ സ്വപ്നം. My dream is to continue diving as long as I am healthy enough to do it. That is my dream and my prayers. കാലം മാറുകയാണ്. മാറുന്ന കാലത്ത് പിടിച്ചു നിൽക്കാൻ നമ്മൾ പല അടവുകളും പഠിക്കേണ്ടി വരും, പ്രത്യേകിച്ച് സ്വയരക്ഷയുടെ കാര്യത്തിൽ. ആ കാലത്ത് വനിതകളുടെ പ്രതിരോധകരുത്തായി മാറുകയാണ് കരാട്ടെ. കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നടന്ന കേരള കരാട്ടെ ടെസ്റ്റിൽ ഒറ്റയടിക്ക് 230 വനിതകളാണ് ബ്ലാക്ക് ബെൽറ്റ് നേടിയത്. അതിൽ 6 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള വനിതകളുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും കരാട്ടെ പഠിക്കാൻ സ്ത്രീകളാണ് കൂടുതൽ. എന്തായിരിക്കും കാരണം? സമൂഹത്തിൽ സ്വയരക്ഷ പ്രധാനമാണ്. ആധുനിക സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ശാരീരിക ക്ഷമതയോടൊപ്പം തന്നെ മാനസികമായ കരുത്തും അനിവാര്യമാണ്. മുൻകാലങ്ങളിൽ പുരുഷന്മാർക്ക് മാത്രം പ്രാധാന്യമുള്ള ഒന്നായി കരുതിയിരുന്ന കരാട്ടെ ഇന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിതശൈലിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് കാക്കനാട്ട് നടന്ന കരാട്ടെ വേദി. കൂടുതലും ലേഡീസും കുട്ടികളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം അനുസരിച്ച് സ്ത്രീകൾക്ക് കൂടുതൽ സ്വയം സുരക്ഷ വേണം, സ്വയം പര്യാപ്തരാവണമെന്നുള്ള ഒരു സെൽഫ് ഡിഫെൻസിൻ്റെ കാര്യത്തിൽ ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് വനിതകൾ ഉൾപ്പെടെ കൂടുതലും കുട്ടികളും ഉൾപ്പെടെ പാരൻസ് ഇതിലേക്ക് കുട്ടികളെ വിടുന്നത്. ഷിറ്റോറിയുണ്ട്, ഗോജൂറിയുണ്ട്, ഷോട്ടോക്കാനുണ്ട്, റിയൂറിയുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റൈലുകൾ ഉണ്ട്. അതിൽ ഏറ്റവും വലുത് ഏകദേശം 90% കൂടുതൽ ആളുകൾ പഠിക്കുന്നത് ഷിറ്റോറിയാണ്. ആ ഷിറ്റോറിയോ ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഷിറ്റോറിയോ പ്രത്യേകം എന്ന് വെച്ചാൽ വളരെ സ്പീഡ് ടെക്നിക്കുകളാണ്. ഷോബുക്കായ് ഷിറ്റോറിയു കരാട്ടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ തൃക്കാക്കര ബ്രാഞ്ച് സംഘടിപ്പിച്ച അഖില കേരള കരാട്ടെ ടെസ്റ്റിൽ 230 വനിതകൾ ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി. സ്കൂളിലെ കുട്ടികളെ പഠിക്കുന്നത് പോലെ തന്നെ ഓരോ ക്ലാസ്സിനും ഓരോ സിലബസ് എന്ന് പറഞ്ഞ പോലെ ഓരോ ബെൽറ്റിനും ഓരോ സിലബസാണ്. ഇത്ര ടെക്നിക്സ് പഠിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബെൽറ്റ് വരുമ്പോഴും അതുപോലെ ഒരു സിലബസാണ്. അപ്പോൾ ബ്ലാക്ക് ബെൽറ്റ് എന്നുള്ളതൊരു അവസാന കാലമട്ടല്ല. കരാട്ടയെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ബെൽറ്റ് ആണ് ശരിക്കും റിയലായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റേജ്. ബ്ലാക്ക് ബെൽറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. രാജ്യത്ത് ആദ്യമായി 6 ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതയായ തുതിയൂർ സ്വദേശിനി AS സുമയുടെ ശിഷ്യരായിരുന്നു ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിനെത്തിയ വനിതകളിലധികവും. പ്രായഭേദമന്യേ ഡോക്ടർമാർ അടക്കമുള്ളവർ പരിശീലനത്തിനായി സമയം കണ്ടെത്തുന്നു. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്നവരും ഉണ്ട്, അല്ലാതെ കുട്ടികൾ വരുന്നതിൻ്റെ പേരിൽ കുട്ടികളുടെ കൂടെ കമ്പനിക്കായിട്ട് വന്ന് ചേർന്ന പാരൻസും ഉണ്ട്. അമ്മയും 2 പെൺമക്കളും ഒരുമിച്ച് ബ്ലാക്ക് ബെൽറ്റ് ആകുകയുണ്ടായി. ഡോക്ടർ സുജ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാഡമിയുടെ റിനൈ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. മാഡത്തിൻ്റെ 2 കുട്ടികളും ഇത്തവണ മാഡം ഒരുമിച്ചാണ് ബ്ലാക്ക് ബെൽറ്റ് ആയത്. അതുപോലെ തന്നെയാണ് ഡോക്ടർ മിനി എന്ന് പറഞ്ഞിട്ട്, ഡോക്ടർ മിനി എൻഡോക്രൈനോളജിസ്റ്റാണ് ലക്ഷ്മി ഹോസ്പിറ്റലിലെ. മാഡത്തിൻ്റെ മക്കളുമാണ് ഒരുമിച്ച് 3 മക്കളും ഒരുമിച്ച് കരാട്ടെ സ്റ്റാർട്ട് ചെയ്തു. മാഡത്തിൻ്റെ മോളും ബ്ലാക്ക് ബെൽറ്റ് ഇപ്പോൾ 2nd ഡാൻ ബ്ലാക്ക് ബെൽറ്റ് വരെ ആയി. കരാട്ടയിലെ നേട്ടങ്ങളിലൊന്നായ ബ്ലാക്ക് ബെൽറ്റിലേക്ക് ഇത്രയധികം വനിതകൾ ഒരേ സമയം പങ്കെടുത്ത മത്സരം ശ്രദ്ധേയമായി. ആകെ 285 പേർ പങ്കെടുത്ത ടെസ്റ്റിൽ നിന്നാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച 230 വനിതകൾ യോഗ്യത നേടിയത്. സ്വയരക്ഷയ്ക്കപ്പുറം വ്യക്തിത്വ വികാസത്തിനും ഏകാഗ്രതയ്ക്കും കരാട്ടെ നൽകുന്ന സംഭാവനകൾ ചെറുതല്ലെന്ന് പരിശീലകർ പറയുന്നു. മറ്റുള്ള സ്പോർട്സുകളിൽ നിന്ന് വ്യത്യാസമാണ്. അതായത് കരാട്ടെ പഠിക്കുന്ന ഒരാൾക്ക് അയാളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ 3 ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും, അയാൾ ഫിസിക്കലി സ്ട്രെങ്ത് ആയിരിക്കും. പക്ഷേ കരാട്ടയിൽ പഠിക്കുന്ന മൂവ്മെൻറ്റ്സും കത്താസ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ്സിന് വളരെയധികം ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ കരാട്ടെ ആസ് സെൽഫ് ഡിഫെൻസിനും കൂടി ഉപയോഗിക്കുന്നതാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വയരക്ഷയ്ക്കുള്ള മാർഗമെന്ന നിലയിൽ കരാട്ടയ്ക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ചിലർ മാത്രമാണ്, ഒരു 1000 പേരൊക്കെ ചേർന്ന ഒരു 10-20 പേരൊക്കെ ആയിരിക്കും അത് പൂർത്തിയാക്കുന്നത്. ഇപ്പം നേരെ മാറി.
കാരണം കൂടുതൽ കുട്ടികളാണ് കൊച്ചു കുട്ടികൾ, അവരെല്ലാവരും ഒരുവിധം ഒരു 95% അവർ പൂർത്തീകരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വരുന്നത് കുറേ കാലമായിട്ട് മുഴുവൻ പെൺകുട്ടികളാണ്. കേവലം അടവുകൾ പഠിക്കുക എന്നതിലുപരി അപകടകരമായ സാഹചര്യങ്ങളെ എങ്ങനെ ബുദ്ധിപൂർവ്വം നേരിടാമെന്ന ആത്മവിശ്വാസം ഈ ആയോധനകല നൽകുന്നു. പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വർഷമാണ് മിനിമം ഒരു ലെവൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പഠനത്തിൻ്റെ കുട്ടികളുടെ ഒരു 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ 6th സ്റ്റാൻഡേർഡ് എബോയോ നമുക്ക് കുട്ടികളെ വളരെ റെയറായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എക്സാം ഒരു 3 months ഗ്യാപ്പിലാണ് കളർ ബെൽറ്റ് എക്സാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യും, റെഗുലറായിട്ട് വരികയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു 3 വർഷമൊക്കെ കൊണ്ട് ഒരു ബ്ലാക്കിലേക്ക് എത്താവുന്നതാണ്. ശാരീരികമായ കരുത്തിനൊപ്പം തന്നെ മാനസികമായ ജാഗ്രത വളർത്താൻ കരാട്ടെ പരിശീലനം സഹായിക്കുന്നു. പണ്ട് കരാട്ടെ പഠിക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് വിരളമായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി പാടെ മാറി. ഇപ്പോൾ എത്തുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്. കാരണം ഞാനിത് കരാട്ടെ തുടങ്ങുന്ന സമയത്ത് ലേഡീസ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയറായിരുന്നു. ആ സമയത്ത് കൂടുതലും ആൺകുട്ടികളായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നു. ഭയത്തിനുമേൽ ആത്മവിശ്വാസം നേടുന്ന വിജയമന്ത്രമായി ഇന്ന് പല സ്ത്രീകളും കരാട്ടയെ കാണുന്നു. ഇരുളടഞ്ഞ വഴികളിലും പ്രതിസന്ധികളിലും പതറാതെ നീങ്ങാൻ സ്ത്രീകളെയും കുട്ടികളെയും ഈ ആയോധനകല പ്രാപ്തരാക്കുന്നു. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഇപ്പോൾ സെൻട്രൽ മാഗസിനിലെ വനിതാ മുന്നേറ്റ വിശേഷങ്ങൾക്ക് ശേഷം നമ്മളിനി പോകുന്നത് കായിക വിശേഷങ്ങളിലേക്ക്. IPL രാജസ്ഥാൻ റോയൽസിനെതിരെ വമ്പൻ ജയവുമായി ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാനെ 77 റൺസിന് തകർത്ത ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തേക്ക് എത്തി. 230 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യവുമായി ക്രീസിലിറങ്ങിയ രാജസ്ഥാൻ 16.3 ഓവറിൽ 152 റൺസിന് ഓൾ ഔട്ടായി. നേരത്തെ അർദ്ധ സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗില്ലിന്റെയും സായി സുദർശന്റെയും മികവിലാണ് ഗുജറാത്ത് മികച്ച സ്കോർ നേടിയത്. അതിനിടെ T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ 100 സിക്സുകൾ കുറിക്കുന്ന താരമായി വൈഭവ് സൂര്യവംശി. 515 പന്തുകളിൽ നിന്നാണ് വൈഭവ് ഈ നാഴികക്കല്ല് പിന്നിട്ടത്. ഇന്നിപ്പോൾ 2 മത്സരങ്ങളുണ്ട് IPL. ഉച്ചയ്ക്ക് 3:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിടും. സെമി സാധ്യതകൾ സജീവമാക്കാൻ ചെന്നൈക്ക് ഇന്നത്തെ ജയം അനിവാര്യമാണ്. 2ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മുതൽ റായ്പൂരിലാണ് മത്സരം. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.